ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോളേജിൽ നിന്നുള്ള ഫസ്റ്റ് IB ടൂറാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള വാഗമണ്ണാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ളത് ഈരാറ്റുപേട്ടയിലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അതിൻ്റെ മുന്നേ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ കുറച്ച് അപ്ഡേഷൻസൊക്കെ ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് വ്ളോഗ് ഇടാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മളൊരു 10:30 ആകുന്ന സമയത്ത് രാത്രി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം 9 മണി കഴിഞ്ഞാലേ ടീച്ചേഴ്സ് വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാലേ കോമ്പൗണ്ട് എന്തായാലും തുറക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ട്രാവൽ ഏജൻസിനെ പരിചയപ്പെടുത്താം. ടൈഗ്രസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ട്രാവൽ ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഇവരെ പേജ് ഉണ്ട്, ടൈഗ്രസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മൾ ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ബസ്സിൽ കറക്റ്റായിട്ടില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഒരു 10-10:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഓണാവാൻ തുടങ്ങി, ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ടയർഡായിട്ടോ. പിന്നെ എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങാൻ തുടങ്ങി. എന്നാലും ചിലവരെ ഉറക്കൊന്നും ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്നവർ നല്ല തണുപ്പായിട്ട് വരികയായിരുന്നു. അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞാൻ ആഡ് ചെയ്തത്. ഒരു 4:45 ആവുന്ന സമയത്ത് നമ്മൾ ഈരാറ്റുപേട്ടയിലെത്തി ഫ്രഷ് ആവാനൊക്കെ നിന്നു. പിന്നെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു അവർ വിളിക്കുന്നവരെ. റെഡി ആവാനുള്ളൊരു ടൈം എന്ന് പറയുന്നത് 6:30 വരെയായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് കയറി. ചത്ത പോലത്തെ ഒരു വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ടയർഡായിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് വോയിസ് ഇങ്ങനെയൊക്കെ. വെള്ളയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ ബസ് കയറിയിരുന്നു. അടുത്തൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യൂ പോയിന്റിൽ ഇറങ്ങി നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇറങ്ങി. ഫോട്ടോസൊക്കെ എടുക്കാൻ ഇറങ്ങിയാൽ പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ. കുറേ ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്തു. നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഫസ്റ്റിലൊരു വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടീ ഫാക്ടറി ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മാസ്കോ ടീ ഫാക്ടറിയിലേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നല്ല വൃത്തിക്ക് തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. സാധാരണ ഒരു ചായപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വില ഉണ്ടാവാറില്ല. ഇന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് കണ്ടപ്പോൾ ഇത്രയും അതിൻ്റെ പിറകിൽ പണിയുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ പോയ ടൈമിലാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും അവിടുത്തെ മെയിൻ ചായപ്പൊടിയൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് അവിടുന്ന് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയിട്ടോ. പൈൻ ഫോറസ്റ്റ് പോയാൽ പിന്നെ അവിടുന്ന് ഫോട്ടോസ് എടുക്കുക. എവിടെ വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് നമുക്കൊരു ഹരായിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ എൻ്റെ അടുക്ക് അവിടുന്ന് ഒരു സായിപ്പിനെയും മദാമിനെയും കിട്ടി. അവരെ കൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. ഹാപ്പിയായി. പിന്നെ അടുത്ത നമ്മളെ വ്യൂ പോയിന്റ് ആയിരുന്നു തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ പാറയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കയറാൻ നിന്നില്ല. ഭയങ്കര ഇടങ്ങേറ് പിടിച്ച പണിയാണ്. ഇപ്പം തന്നെ നല്ല ടയർഡായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവിടെയും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ചത്ത അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അവിടെ നിന്ന സമയത്ത് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും മാക്സിമം ഇൻസ്റ്റഗ്രാമിലേക്കാണെങ്കിലും യൂട്യൂബിലേക്കാണെങ്കിലും ഇടാനുള്ള സ്റ്റോറിയും സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് സെഷൻ ആയിരുന്നു. നമ്മൾ ഹോട്ടൽ സെബാനിലേക്ക് കയറി. അവിടുന്ന് നല്ല നാടൻ ചോറും കറിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചപ്പോഴാട്ടോ സമാധാനമായത്. കാരണം അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഫുഡും കൂടി കിട്ടിയില്ലെങ്കിൽ പെട്ട അവസ്ഥയായിരിക്കും. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് കുരിശുമലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുരിശുമല അതേപോലെ തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കതൊന്നും കയറാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ഞാൻ കയറാനും കാര്യങ്ങളൊക്കെ നിന്നില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഏകദേശം കുറച്ച് പിള്ളേരും കൂടെ താഴ്ത്തിരുന്നിട്ടുണ്ടായിരുന്നു. അവർ മുകളിലോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ക്യാമ്പ് ഫയർ ആണ്. ക്യാമ്പ് ഫയറിന് കയറി പോകുന്ന ആ ഒരു ക്ലിപ്സാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ IB ടൂർ നല്ലൊരു ടൂറായിരുന്നു. നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂർ തന്നെയായിരുന്നു ഞങ്ങൾക്കത്. അതുപോലെ നമ്മളെ ക്ലാസ്സിലെ കോർഡിനേറ്റേഴ്സ് ഈ ടൂറും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നല്ലോണം മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്ന് കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സ് എല്ലാം കൊണ്ടും നമ്മളെ ഈ ഒരു IB ടൂർ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ September 5 ടീച്ചേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഈ ടീച്ചേഴ്സ് ഡേൻ്റെ അന്ന് തന്നെയായിരുന്നു ഈ ഒരു ട്രാവൽ ഏജൻസിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ 2 ടീച്ചേഴ്സായിരുന്നു നമ്മളെ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ടൈഗ്രസ് ടൂർസ് ആൻഡ് ട്രാവൽ ഏജൻസിയുടെ വക അവർക്ക് 2 പേർക്കും ഒരു ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സും ഞങ്ങളും ഒക്കെ ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.
ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്തായാലും ടൈഗ്രസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലും കൂടെ ഷെയർ ചെയ്യുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.